ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് ഓൺ എ വെക്കേഷൻ. അപ്പൊ എല്ലാ കൂട്ടുകാരും ഓൺ എ വെക്കേഷൻ ക്ലാസ്സുകൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ആക്ടിവിറ്റീസ് ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ എ വെക്കേഷൻ എന്നുള്ള യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വർക്ക് ഷീറ്റുകളായിട്ടാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി ടെൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ 100 വരെ എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലെ. 10 ടെൻസ് എത്രയാണ്, അല്ലെങ്കിൽ 2 ടെൻസ് ചേരുമ്പോൾ എത്രയാന്നൊക്കെ നമ്മൾ യൂണിറ്റിൽ പറയുന്നുണ്ട്. നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട് 20. എത്രയും നമ്പർ 20. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 2 ടെൻസ് ആണ് എന്ത് ചെയ്യുന്നത് 20 ആവുന്നത്. അപ്പോൾ 2 ടെൻസ് അത് നമ്മൾ വേർഡ്സിൽ എഴുതുകയാണ്. 2 ടെൻസ് മേക്ക് 20. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും അടുത്ത 20ന്റെ കൂടെ 10 പ്ലസ് ചെയ്താൽ അടുത്ത സംഖ്യ നമ്പർ എത്രയായിരിക്കും, അതാണ് ഇവിടെ എഴുതേണ്ടത്. 3 ടെൻസ് മേക്ക് എത്രയാണ്, അതുപോലെ 4 ടെൻസ് മേക്ക് ഇവിടെ എത്ര നമ്പർ 50. അപ്പൊ എന്ത് എഴുതണം 5 ടെൻസ് മേക്ക് 50 അങ്ങനെ എഴുതുക. അതുപോലെ 100 വരയ്ക്കാണ് എഴുതാനുള്ളത്. 100 വരയ്ക്ക് എഴുതുക. നമ്മൾ 100 വരയ്ക്ക് ഈ ആക്ടിവിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പൊ എല്ലാ കൂട്ടരും ചെയ്ത് നോക്കുക. അടുത്ത ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റി, ഹൗ മെനി ടെൻസ് ആൻഡ് വൺസ്. 41 എത്ര ടെൻസ് ഉണ്ട്, എത്ര വൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ വൺസ് പറഞ്ഞാൽ ഇതാണ് വൺസിന്റെ പൊസിഷൻ, അതുപോലെ ഇതാണ് ടെൻസിന്റെ പൊസിഷൻ. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ എത്രയാണോ നമ്പർ അതന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അതുപോലെ 4 അല്ലെ. അപ്പൊ ഇവിടെ വൺസ് എത്രയായിരിക്കും, വൺസ് പറയണത് എത്രയായിരിക്കും 1 ആയിരിക്കും. വൺസ് 1 ആയിരിക്കും. ഇതാണ് വൺസിന്റെ പ്ലേസ് വാല്യൂ, അതുപോലെ ഇത് ടെൻസിന്റെ പ്ലേസ് വാല്യൂ. അപ്പൊ നമ്മൾ ഒരു നമ്പർ തന്നിട്ട് ടെൻസും വൺസും എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൺസിന്റെ പൊസിഷനിലുള്ള ഭാഗത്തുള്ള നമ്പർ എത്രയാണോ അത് തന്നെയാണ് അത്രയും വൺസ് ആണുള്ളത്. ഇത് എത്രയാണ് ടെൻസിന്റെ അവിടെയുള്ള പ്ലേസ് വാല്യൂ ഉള്ള നമ്പർ എത്രയാ, ഈ നമ്പർ എത്രയാണ് 4. അപ്പൊ ടെൻസ് എന്ന് പറയുന്നത് 4 തന്നെയായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ടെൻസും വൺസും എടുത്ത് എഴുതേണ്ടത്. അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആക്ടിവിറ്റി 3. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ. ഇതിൽ ഒരു നമ്പർ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല. ആ നമ്പർ എത്രയാണെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ കണ്ടില്ലേ ഈ ഫ്രൂട്ട്സ് കണ്ടില്ലേ, ഇതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. റൈറ്റ് ദ നമ്പർ ബിറ്റ്വീൻ 45 ആൻഡ് 47. ബിറ്റ്വീൻ ആണ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ 45 47 നടുക്കുള്ള നമ്പർ. ബിറ്റ്വീൻ എന്ന് വെച്ചാൽ നടുവിലുള്ള നമ്പർ എത്രയാണ് അതാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 34. അതായത് ഈ ക്വസ്റ്റ്യനിൽ ആഫ്റ്റർ 34 എന്ന് വെച്ചാൽ 34 കഴിഞ്ഞ് വരുന്ന നമ്പർ എത്രയാണ്. ആഫ്റ്റർ ബിഫോർ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഫ്റ്റർ, ബിഫോർ, ബിറ്റ്വീൻ ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ്സുകളുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ക്വസ്റ്റ്യൻസിന്റെയും ക്ലാസ് ഉണ്ട്. നമ്മുടെ ഓൺ എ വെക്കേഷനുള്ള ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അത് കാണുക. ഇവിടെ ആഫ്റ്റർ 34 എന്ന് വെച്ചാൽ 34 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ എത്രയാണ് അതാണ് ഇവിടെ എഴുതേണ്ടത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആക്ടിവിറ്റി 3. അടുത്ത ആക്ടിവിറ്റി 4, റൈറ്റ് ദ നെയിംസ് ഓഫ് വീക്സ് ആൻഡ് മന്ത്സ് ഇൻ എ കലണ്ടർ. അപ്പൊ നമുക്കറിയാം നമ്മൾക്ക് എത്ര മാസങ്ങളാണുള്ളത്, ഒരു വീക്കിൽ എത്ര ഡേയ്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് മാസങ്ങൾ, എല്ലാ മാസങ്ങളും. നമുക്ക് 1 ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് മാസങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് മാസങ്ങളുടെ പേരാണ്. 2 മാസങ്ങളുടെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ട്, ജനുവരിയും ഫെബ്രുവരിയും ഉണ്ട്. ബാക്കിയുള്ള 10 മാസങ്ങളുടെ പേരും. അതുപോലെ ഡേയ്സ് ഇൻ എ വീക്ക്, ഒരു ആഴ്ചയിൽ എത്ര ദിവസങ്ങളാണുള്ളത് 7 ദിവസം. 7 ദിവസത്തിൽ 2 ദിവസങ്ങൾ സൺഡേ മൺഡേ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള ഡേയ്സും ഓർഡറിൽ, ഇത് മാസങ്ങളും ഡേയ്സും ഓർഡറിലാണ് എഴുതേണ്ടത്. ജനുവരി, ഫെബ്രുവരി, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമാണ് എഴുതേണ്ടത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതുക, തെറ്റുകൂടാതെ എഴുതുക. 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 നമ്മൾ ഒരു മാസത്തിന്റെ കലണ്ടറിൽ ഒരു മാസമാണ് കൊടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് മന്തിലെ കലണ്ടറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയിട്ട് ചെയ്യാവുന്ന 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ഓഗസ്റ്റ് മന്ത്. ഓഗസ്റ്റ് മാസത്തിൽ ഈ കലണ്ടർ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് മാസത്തിൽ എത്ര ഡേയ്സ് ആണ് ഉള്ളത് എന്നാണ് എഴുതേണ്ടത്. ഹൗ മെനി സൺഡേസ് ആർ ദർ ഇൻ ദ കലണ്ടർ. ഈ കലണ്ടറിൽ എത്ര സൺഡേസ് ഉണ്ട്. ഹൗ മെനി ഏതൊക്കെയെന്നല്ല, എത്ര എണ്ണം ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 1 2 3 4 അങ്ങനെ എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. ഫൈൻഡ് ഓൾ ദ ട്യൂസ്ഡേസ് ഇൻ ദിസ് മന്ത് ആൻഡ് റൈറ്റ് ദ ഡേറ്റ്സ്. അതായത് ട്യൂസ്ഡേസ്, ഇതിൽ ട്യൂസ്ഡേ പറഞ്ഞാൽ ഈ കോളമാണ് നോക്കേണ്ടത്. ട്യൂസ്ഡേസ് ഏതൊക്കെയാണ്, ആ ഡേറ്റ്സ് ഏതൊക്കെയാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്.
നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ആഡ് എനി 2 numbers to get 30 ആസ് ആൻസർ. നമുക്ക് 30 ആൻസർ കിട്ടണം. ഏതൊക്കെ ഡിജിറ്റുകൾ കൂട്ടുമ്പോൾ, ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് 30 കിട്ടുക, അതാണ് എഴുതുന്നത്. 3 എണ്ണം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതുപോലെ ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് 30 കിട്ടുക, അതാണ് ഇവിടെ എഴുതേണ്ടത്. 20 + 10 എത്ര ആൻസർ? 30 അല്ലേ? അതുപോലെ 15 + 15, 25 + 5. ഇനി ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് 30 കിട്ടുക? ഇനി ഒരുപാട് നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല, 30 കിട്ടുന്ന പോലെ എഴുതാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും 3 എണ്ണം ഇവിടെ എഴുതുക. 30 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 7. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഈ ഫസ്റ്റ് നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടില്ലേ, ഈ നമ്പേഴ്സ് ആണ് നോക്കേണ്ടത്. റൈറ്റ് ദ എബോവ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് ഈ തന്ന നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ഒക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതല്ലേ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്നും, അതായത് നമ്പേഴ്സ് ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ എന്ന രീതിയിൽ എഴുതുക. ഡിസെൻഡിങ് എന്ന് വെച്ചാൽ വലുതിൽ നിന്നും ചെറുതെന്ന രീതിയിൽ എഴുതുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ. ഈ തന്ന നമ്പേഴ്സിനെ ആദ്യം ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അതിനുശേഷം ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ആൻഡ് റൈറ്റ് ദി ലാർജ് നമ്പർ ആൻഡ് സ്മോൾ നമ്പർ ഫ്രം ദി ഫോളോയിങ്. അതായത് ഇവിടെ തന്ന ഈ നമ്പേഴ്സ് നോക്കിയ ശേഷം ഇതിലെ ലാർജ് നമ്പർ ഏതാണെന്ന് എഴുതുക, അതിനുശേഷം സ്മോൾ നമ്പർ, ലാർജ് നമ്പർ വലിയ നമ്പർ ഏതാണ് അത് എഴുതുക, ചെറിയ സംഖ്യ ഏതാ അതും എഴുതുക. ഓക്കെ, ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ആക്ടിവിറ്റി 8 ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഈ യൂണിറ്റ് ടെസ്റ്റിൽ ഉള്ളത്. ലാസ്റ്റ് ആക്ടിവിറ്റി വിച്ച് നമ്പർ അത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുക. അതിൽ ഓരോ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ സെന്റൻസിൽ പറയുന്നത്. ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 4 to 20. 20ന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുക വെച്ചാൽ കൂട്ടുക, പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉത്തരം വരിക, അതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ദ നമ്പർ ഗോട്ട് ബൈ സബ്ട്രാക്ടിങ്. എന്താ പറഞ്ഞ സബ്ട്രാക്ടിങ് ചെയ്യുക വെച്ചാൽ എന്താ? മൈനസ് ചെയ്യുക അല്ലെ. സബ്ട്രാക്ടിങ് 10 ഫ്രം 40 എന്ന് വെച്ചാൽ 10ൽ നിന്ന് 40 കുറയ്ക്കാനാണോ? അല്ല, അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടില്ല. 10ൽ നിന്ന് ഒരിക്കലും 40 കുറയ്ക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും വലിയ സംഖ്യയിൽ നിന്ന്, വലിയ നമ്പറിൽ നിന്ന് മാത്രമേ ചെറിയ നമ്പർ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ 40ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ദ നമ്പർ വിത്ത് 35 വൺസ്. 35 വൺസുകൾ ചേരുമ്പോൾ, 35 വൺസ് ചേർന്നാൽ എന്താണ് ആൻസർ വരിക, അത് എഴുതുക. ദ നമ്പർ വിത്ത് 3 10s and 6 ones. 3 10കളും 6 ഒന്നുകളും ചേരുമ്പോൾ ഉള്ള നമ്പർ എത്രയാ, അതാണ് ഇവിടുത്തെ ആൻസർ. ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 5 to 10. ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 5 to 10. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണിത്. അതായത് 5 10നോട് കൂട്ടുമ്പോൾ, ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉത്തരം? 5ഉം 10ഉം കൂടെ കൂട്ടി നോക്കുക, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അപ്പൊ നമ്മളിവിടെ ഇതിലെല്ലാം ഓരോ സംഖ്യകൾ, ഓരോ നമ്പേഴ്സ് ആണ് ഉത്തരങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ആ നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മൊത്തം 8 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. 8 ആക്ടിവിറ്റീസ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിൽ നമ്മൾ പഠിച്ച പല ക്വസ്റ്റ്യൻസ് പോലെ തന്നെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഇങ്ങനത്തെ എക്സാമിന് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ എല്ലാ കൂട്ടുകാരും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ, ഇത് എങ്ങനെ കിട്ടി, എങ്ങനെ ചെയ്യാന്നൊക്കെ ഡൗട്ടുകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ എടുത്ത് നോക്കുക. നമ്മളെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്സിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കിൽ ഓൺ എ വെക്കേഷണൽ ചാപ്റ്ററിന്റെ ഫുൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കാണുക, ക്ലാസ്സുകൾ കാണുക. അപ്പൊ ഇത്രയുമാണ് 8 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മാത്സിന്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ യൂണിറ്റ് ടെസ്റ്റും ചെയ്ത് നോക്കുക. താങ്ക്